പണ്ടൊക്കെ CPM-കാർ പറയാറുള്ളത് ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പദമൊന്നും വലിയ കാര്യമല്ല, ഞങ്ങൾക്ക് അത്തരത്തിലുള്ള അധികാര സ്ഥാനങ്ങളൊന്നുമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത്, പാർട്ടിയാണ്. MA ബേബി നിൽക്കുന്ന ഒരു നിൽപ്പ് കണ്ടാൽ പണ്ട് കോലോത്ത് മോര് കൊണ്ടുപോയി നിൽക്കുന്ന നിൽപ്പാണ് MA ബേബി നിൽക്കുന്നത്. മുസ്ലിം ലീഗ് പോലെ ഉള്ള ഒരു പ്രാദേശിക രാഷ്ട്രീയ കക്ഷിയായി CPM മാറിയിട്ടുണ്ട് എന്ന് അതിന്റെ കണക്കുകൾ, അതിന്റെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പെർഫോമൻസ് വിലയിരുത്തുന്നവർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ 1-2 ആഴ്ചക്കിടയിൽ നടന്ന 2 വ്യത്യസ്ത പാർട്ടി ഓഫീസുകളുടെ ഉദ്ഘാടനം. ഒന്ന് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം, മറ്റൊന്ന് പുതിയതായി പണിത AKG സെന്ററിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത്, CPM-ന്റെ സംസ്ഥാന ആസ്ഥാനം. ഈ 2 ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഒന്ന്, കോൺഗ്രസ് നേതാക്കൾ ഉദ്ഘാടന ചടങ്ങിൽ നാടമുറിക്കുന്നതിന് മുമ്പിൽ നിൽക്കുന്നതിന് വേണ്ടി, നാടമുറിക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങ് നടക്കുന്ന സമയത്ത് ഉണ്ടായ പരസ്പരമുള്ള തിക്കും തിരക്കും എന്നുള്ള രീതിയിലാണ് ഉണ്ടായത്. അത് വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ CPM അനുകൂലികൾ ഒക്കെ തന്നെ ട്രോള് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അതേപോലെ തന്നെ CPM-ന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന സമയത്ത് ആ ഉദ്ഘാടകനായിട്ട് നിൽക്കുന്നത് പിണറായി വിജയനാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്നാൽ പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കുന്ന വേളയിൽ ആ പാർട്ടിയുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭാരവാഹിയായ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബി വളരെ പിറകിലായി നിൽക്കുന്നതായിട്ടുള്ള ചിത്രമാണ് കണ്ടത്. ഇത് രണ്ടും 2 തരത്തിലാണ് ചർച്ച ചെയ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തൊട്ടപ്പുറത്ത് ഉള്ള മൈതാനത്ത് സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങിന് ശേഷം നേതാക്കൾ ഇടുങ്ങിയ വഴിയിലൂടെ ഓഫീസിലേക്ക് വന്ന ഇടുങ്ങിയ വഴിയിലായിരുന്നു ആ നാട വെച്ചിരുന്നത്. ആ നാട മുറിച്ചുകൊണ്ടാണ് ഓഫീസിലേക്ക് നേതാക്കൾ പ്രവേശിച്ചത്. അപ്പോൾ തന്നെ പ്രധാനമായും മുൻ KPCC പ്രസിഡന്റുമാരും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അവിടെ നിൽക്കുന്നതിന് സ്വാഭാവികമായ പ്രയാസമുള്ള സ്ഥലമായിരുന്നു. എന്നാൽ ടെലിവിഷൻ ചാനലുകളിൽ കാണിച്ചപ്പോൾ ആ ഇടുങ്ങിയ വഴിയുടെ അവസ്ഥ കാണിക്കാതെ അവിടെ നടന്ന ആ ഒരു നേതാക്കൾ പൊസിഷൻ ചെയ്യുന്നതിനിടയിൽ ഉണ്ടായിട്ടുള്ള കൺഫ്യൂഷനാണ് അവിടെ പ്രധാനമായും വിട്ടു കാണിച്ചത്. പിന്നെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം മുമ്പേ ഒരു ചീത്തപ്പേരുണ്ട്, വേദിയിൽ തിക്കും തിരക്കും കൂട്ടുന്നവരാണ് എന്നതുകൊണ്ട്, ഒരു പഴയ ഭാണ്ഡം അവരുടെ ചുമലിലുള്ളത് കൊണ്ട് അതുകൂടി ചേർത്ത് വെച്ച സമയത്ത് ആ ചടങ്ങിലുണ്ടായ ഈ കൺഫ്യൂഷൻ വലിയ തോതിൽ ട്രോളിന് വിധേയമായി. അത് കോൺഗ്രസ്സുകാരെ ആസ്വദിച്ചു. എന്നാൽ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് MA ബേബി നിൽക്കുന്ന ഒരു നിൽപ്പ് കണ്ടാൽ പണ്ട് കോലോത്ത് മോര് കൊണ്ടുപോയി നിൽക്കുന്ന നിൽപ്പാണ് MA ബേബി നിൽക്കുന്നത്. ആ പാർട്ടി ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥയെ വിരൽ ചൂണ്ടുന്നതാണ് ആ ചിത്രം. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് എന്താ കാര്യം? പിണറായി വിജയൻ പറയുന്നത് പോലെ കേരളത്തിൽ കാര്യങ്ങൾ നടക്കൂ എന്നതാണല്ലോ ആ ചിത്രം നമ്മളോട് പറയുന്നത്. പിണറായി വിജയനോടൊപ്പം നിന്ന് MA ബേബിക്ക് ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഉള്ള പ്രയാസവും അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാം. അദ്ദേഹത്തിന്റെ മുഖത്തൊരു ജാള്യതയുണ്ട്. അങ്ങനെ പിറകിൽ നിൽക്കുന്നതിന്റെ ഒരു ജാള്യതയും MA ബേബിയുടെ മുഖത്തുണ്ട്. പണ്ട് വലിയ ആക്ഷേപം ഉന്നയിച്ചതായിരുന്നു മുസ്ലിം ലീഗിനെ കുറിച്ച് CPM-കാർ. എന്താണ്, പാണക്കാട് തങ്ങളാണ് അഖിലേന്ത്യാ പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് എന്നായിരുന്നു പ്രധാനപ്പെട്ട ആക്ഷേപം. സംസ്ഥാന പ്രസിഡന്റിന്റെ ആസ്ഥാനത്താണ് ദേശീയ പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത്. ആ സംസ്ഥാന പ്രസിഡന്റിന്റെ ഇംഗിതത്തിനനുസരിച്ചാണ് അതിന്റെ ദേശീയ കമ്മിറ്റി പോലും പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ആക്ഷേപമുണ്ടായിരുന്നു. അഹമ്മദിനെ സംബന്ധിച്ച് അദ്ദേഹം കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണ്, അതേസമയം സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, ഒപ്പം തന്നെ അഖിലേന്ത്യാ സെക്രട്ടറിയുമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങൾ മുസ്ലിം ലീഗിനെതിരായിട്ട് നേരത്തെ CPM ഉന്നയിച്ചു പോരുന്നതാണ്. അന്നൊക്കെ CPM ഒരു ദേശീയ പാർട്ടി ആയിരുന്നു. ഇന്ത്യയിലെ എണ്ണപ്പെട്ട 7 ദേശീയ പാർട്ടികളിൽ ഒന്നായിരുന്നു CPM. കണക്ക് പ്രകാരം ഇന്നും CPM ദേശീയ പാർട്ടി തന്നെയാണ്. CPI-ക്കാണ് ദേശീയ പാർട്ടി പദവി ഇല്ലാതായിട്ടുള്ളത്. പക്ഷേ ഇന്ന് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് പോലെ ഉള്ള ഒരു പ്രാദേശിക രാഷ്ട്രീയ കക്ഷിയായി CPM മാറിയിട്ടുണ്ട് എന്ന് അതിന്റെ കണക്കുകൾ, അതിന്റെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പെർഫോമൻസ് വിലയിരുത്തുന്നവർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. മുസ്ലിം ലീഗിനും പാർലമെന്റിലുള്ള അംഗത്വം തുല്യമാണ്, CPM-നും പാർലമെന്റിലുള്ള അംഗത്വം തുല്യമാണ് എന്ന നിലയാണ് വന്നിട്ടുള്ളത്. എന്നാൽ അന്ന് ലീഗിനെ കളിയാക്കിയിരുന്നവർ വളരെ കാലം വൈകാതെ തന്നെ ലീഗിന്റെ അതേ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന ഒരു ചിത്രമാണ് AKG മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലൂടെ നമ്മൾ കണ്ടത്. MA ബേബി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് EMS-ന് ശേഷം പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പദത്തിൽ എത്തിയിട്ടുള്ള ഒരാളാണ്. നേരത്തെ പോളിറ്റ് ബ്യൂറോയിലൊക്കെ ഉള്ള ആളുകളുണ്ട്. പിണറായി വിജയൻ പോലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പോളിറ്റ് ബ്യൂറോ അംഗം മാത്രമാണ്.
കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കാം, പക്ഷെ പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. പണ്ടൊക്കെ CPM-കാർ പറയാറുള്ളത് ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പദമൊന്നും വലിയ കാര്യമല്ല, ഞങ്ങൾക്ക് അത്തരത്തിലുള്ള അധികാര സ്ഥാനങ്ങളൊന്നുമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് പാർട്ടിയാണ്, പാർട്ടിയുടെ സ്ഥാനമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നതിലപ്പുറം ആ സെക്രട്ടറി വരയ്ക്കുന്ന ലക്ഷ്മണ രേഖയ്ക്കപ്പുറം ഒരു മുഖ്യമന്ത്രിയും പോവുകയില്ല, അങ്ങനെ പോയ ചരിത്രമില്ല എന്നൊക്കെ വലിയ വീമ്പ് പറഞ്ഞിരുന്നവരാണ് CPM-കാർ. ആ CPM-ന്റെ പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനത്തിനാണ് സംസ്ഥാന സെക്രട്ടറി അല്ല കേട്ടോ MA ബേബി, സംസ്ഥാന സെക്രട്ടറി അവിടെ ഒരു മൂലയ്ക്ക് നിൽക്കുന്നുണ്ട്, അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. ആ അഖിലേന്ത്യാ സെക്രട്ടറിക്കാണ് ഒന്നാം നിരയിൽ സ്ഥാനമില്ല, രണ്ടാം നിരയിലുമില്ല, മൂന്നാം നിരയിൽ വളരെ പിറകിലായി നിൽക്കുന്ന, ജാള്യതയോടുകൂടി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ CPM ഇന്ന് കടന്നു പോകുന്ന ദുരവസ്ഥയുടെ നേർചിത്രമായി ആ ചിത്രത്തെ യഥാർത്ഥത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും പിണറായി വിജയനാണ് ഇന്ന് ആ പാർട്ടിയെ നയിക്കുന്നത് എന്ന് കാണാൻ കഴിയും. പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്ന്, കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നൊക്കെ അഖിലേന്ത്യാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കളൊക്കെ പല പേരുകളും ഒക്കെ അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ കേരളം എന്താണോ തീരുമാനിച്ചത് അതാണ് യഥാർത്ഥത്തിൽ നടന്നത്. അങ്ങനെ തീരുമാനിച്ചത് ആരാണ്? തീരുമാനിച്ചത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ തീരുമാനിച്ചിട്ട് അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ പിണറായി വിജയന് മുകളിൽ കയറി ഇരിക്കാൻ എന്തായാലും അവസരം കിട്ടില്ലല്ലോ, അവസരം കൊടുക്കുകയുമില്ലല്ലോ. അതാണ് നമ്മൾ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് മൂന്നാം നിരയിലോ നാലാം നിരയിലോ ജാള്യതയോടുകൂടി ഒരു പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങ്. സംസ്ഥാന ഗവൺമെന്റിന്റെ എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ തരക്കേടില്ല, പക്ഷെ ഇത് പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനമാണ്. ആ പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് MA ബേബിക്ക് അങ്ങനെ കുന്തിച്ച് നിൽക്കേണ്ടി വന്നത് ഈ പറയുന്ന പാർട്ടിയുടെ ഗതികേടിനെ സൂചിപ്പിക്കുന്നു എന്ന് വളരെ വ്യക്തമാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ ആശ്രയിക്കാതെ നിവൃത്തിയില്ല. AKG സെന്ററിൽ കറണ്ടിന്റെ പണം കൊടുക്കാനോ, അവിടുത്തെ ഇന്റർനെറ്റിന്റെയോ ഫോണിന്റെയോ ഒക്കെ പണം കൊടുക്കാനോ, അവിടെ വരുന്ന ആളുകൾക്ക് ചായ കൊടുക്കുന്നതിന്റെ പണം കൊടുക്കാനോ ഒക്കെയുള്ള ഫണ്ട് കേരളത്തിൽ നിന്ന് ഈ കരിമണൽ വിറ്റിട്ടാണെങ്കിലും കരിമണൽ കമ്മീഷൻ അടിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും പിണറായി വിജയൻ എത്തിച്ചു കൊടുക്കാതെ യാതൊരു നിവൃത്തിയുമില്ല എന്നതാണ് അവസ്ഥ. പല സംസ്ഥാനങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ. ആ സംസ്ഥാനങ്ങളൊക്കെ കമ്മിറ്റികൾ മുന്നോട്ട് പോകണമെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഫണ്ട് എത്തിയിട്ട് വേണം എന്നുള്ള നിലയാണുള്ളത്. അല്ലാതെ അവർക്കൊക്കെ ആരും 10 പൈസ കൊടുക്കാനില്ലല്ലോ. അവരൊക്കെ ഏതെങ്കിലും കാലത്ത് ആ സംസ്ഥാനത്ത് ഭരണത്തിൽ വരുമെന്ന ചിന്ത ആ നാട്ടിലെ ഏതെങ്കിലും വ്യവസായിക്കോ വ്യാപാരിക്കോ ഇങ്ങനെ ഫണ്ട് ചെയ്യുന്ന ഏതെങ്കിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കോ ഏജൻസികൾക്കോ ഒന്നും ഉണ്ടാവാൻ തരമില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ പാർട്ടി പ്രവർത്തനം നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള ഫണ്ട് കിട്ടാൻ വളരെ പ്രയാസമുണ്ട്. അപ്പോൾ അങ്ങനെ സംസ്ഥാന കമ്മിറ്റികളെ പോറ്റുന്നതിനും കേന്ദ്ര കമ്മിറ്റിയെ പോറ്റുന്നതിനും പോളിറ്റ് ബ്യൂറോയെ പോറ്റുന്നതിനും ഡൽഹിയിലെ AKG മന്ദിരം നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനും അവിടെയൊക്കെ തങ്ങൾ ജീവനോടെ ഉണ്ട് എന്ന് കാണിക്കുന്നതിനുമൊക്കെയുള്ള ഫണ്ട് കേരളത്തിൽ നിന്ന് പിണറായി വിജയനാണ് കൊടുക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിലെ CPM-ന്റെ മുതലാളി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അപ്പോൾ മുതലാളി അവിടെ നിൽക്കുന്ന സമയത്ത് ഏത് കൊടികുത്തി അഖിലേന്ത്യാ സെക്രട്ടറി ആണെങ്കിലും അതിനെ മറികടന്ന് പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം ചെയ്യാൻ അനുവദിക്കില്ല എന്നതാണ് ആ ഉദ്ഘാടനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നത് മറ്റുള്ളവരെ കളിയാക്കി പറയുന്നത്, ഇപ്പോൾ മുസ്ലിം ലീഗിനെ കളിയാക്കി പറഞ്ഞ CPM-ന് വളരെ വൈകാതെ തന്നെ മുസ്ലിം ലീഗിന്റെ അതേ അവസ്ഥ കടന്നു വന്നിരിക്കുന്നു എന്നുകൂടി നമ്മൾ ഇതിൽ വായിക്കേണ്ടതുണ്ട്.